അപ്പൊ അത് ഒറിജിനൽ കേരളല്ലോ വണ്ടി വരുന്നത്? എത്ര നമ്മൾ ചോദിക്കുന്നത്? ആ ഫൈനൽ നമുക്കൊരു 399 കൊടുക്കാം. 399. ഒരു ബ്രസ് വരുന്നുണ്ട്. ഇത് ഡീസൽ? അത് ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസലാണ്, അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, പ്ലസ് നമുക്ക് മൈലേജ് കൂടി കിട്ടുന്ന അടിപൊളി വാഹനം. 2019 ഡീസൽ മാനുവൽ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. ഓഫർ പ്രൈസ് കൊടുക്കാം. നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് നല്ലൊരു അടിപൊളി 7 സീറ്റർ ആണ്. ഇന്റീരിയർ നല്ല സ്പേഷ്യസ് ആണ്. സെൻട്രൽ എസി കാര്യങ്ങൾ, അതേപോലെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ഏറ്റവും ഫിറ്റിംഗ്സ് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നു. അതേപോലെ 90% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓൺഷിപ്പ്. മാക്സിമം ഫുൾ ഓൺ ചെയ്യാം. മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. മാക്സിമം ഫുൾ ഓൺ എടുക്കാം. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടി. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. ഒറിജിനൽ കേരളമാണ്. പ്ലസ് 3 കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ഒറിജിനൽ കേരള ഫോർച്യൂണർ. ഒറിജിനൽ കേരള ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആണ്. അത് Z ഓട്ടോമാറ്റിക്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയൊരു ഷോറൂമാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല SUV കളക്ഷൻസും ചെറുകാറുകളും നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു പുതിയൊരു ഷോറൂം. സോ ഈ ഒരു ഓണത്തിനൊക്കെ വേണ്ടി നല്ല കാറുകളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബ്ലൂബെറി ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മഞ്ചേരിയിൽ നിന്നും കീശേരി റൂട്ടിൽ ചെറുമൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ നമുക്ക് ന്യൂ മോഡൽ ക്രിസ്റ്റകളുടെ നല്ലൊരു കളക്ഷൻസ്, ഇനോവകള്, അതേപോലെ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങളും നമുക്ക് മാക്സിമം ഫുൾ ഓൺ കിട്ടുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് നമുക്കൊരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 ഫുൾ ഓപ്ഷൻ. Z ഏറ്റവും ഫുൾ ഓപ്ഷൻ. മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണോ? അതെ. ഒറിജിനൽ കേരളയാണ് വാഹനം വരുന്നത്? ഒറിജിനൽ കേരള Z ഓട്ടോമാറ്റിക് അല്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ വണ്ടി. കറക്റ്റ് കമ്പനി സർവീസ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഫുള്ള് കമ്പനി സർവീസ് ആണ് വരുന്നത്. മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 17 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ഏകദേശം എത്ര പേരെ ലോൺ ചെയ്യാൻ പറ്റും? മാക്സിമം 14 ലക്ഷം രൂപ വരെ കയറ്റി കൊടുക്കാം. അപ്പൊ 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. ഒറിജിനൽ കേരള ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. അത് Z ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് ഇതാണോ ക്രെറ്റ. ഇപ്പൊ നിലവിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ നമുക്ക് ഇറങ്ങിയിരുന്ന ഒരു മോഡൽ. അത് ഏറ്റവും ടോപ്പ് എൻഡ് പരോണമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? 2020 മോഡൽ. സിംഗിൾ ഓൺഷിപ്പ്. മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രെറ്റ. അതാണ് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. അതും ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. കറക്റ്റ് കമ്പനി സർവീസ്. ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആണ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത്? പ്രൈസ് നമുക്ക് ഫൈനൽ 15 കൊടുക്കാം. 15 ലക്ഷം. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഇത് നമുക്കൊരു ഫോർച്യൂണർ. ഇതെങ്ങനെയായിരുന്നു? 2012 ഒറിജിനൽ കേരള വണ്ടി. 2012 ഒറിജിനൽ കേരള സിംഗിൾ. 2 വീലാണോ 4 വീലാണോ? 2 വീല്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക്? 2 വീലില് ഓട്ടോമാറ്റിക്കല് ഒറിജിനൽ കേരള. ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ല? അതെ. അതിൽ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഫൈനൽ 11 കൊടുക്കാം. 11 ലക്ഷം രൂപ അല്ല? ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് 9 ലക്ഷം കൊടുക്കാം. 9 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. ഒറിജിനൽ കേരളയാണ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ഒറിജിനൽ കേരള ഫോർച്യൂണർ. ഇതേ തവണ നമുക്ക് വീണ്ടും ഒരു ഇനോവ വരുന്നുണ്ട്. അത് നമുക്ക് Type 4 ഒക്കെയാണ് വരുന്നത്. ഒറിജിനൽ കേരള ആണത്? അല്ല, റിയാണ്. ഇങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 വി ആണ് വരുന്നത്. നമ്പറായ വണ്ടിയാണ്. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? 230. ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ല? എഞ്ചിന് മെക്കാനിക്കലൊക്കെ പക്കല്ല വണ്ടി. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജറായ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഉണ്ട്. അതേപോലെ നമ്മൾ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 940. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇറക്കാം. 2014 വി. ഇത് നമുക്ക് ഇനി മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. ഓൾട്ടോ കേട്ടൺ. അതും ഇതിന്റെ ന്യൂ മോഡലാണ്. എങ്ങനെയായിരുന്നു മോഡല്? 2023. ഏകദേശം മാസങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ 5100.
5100. അപ്പൊ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം, തീരെ ഓടിയിട്ടില്ല. ഇന്ത്യ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അതേപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ്, LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ 5100 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ചോദ്യം? 425 കൊടുക്കാം. 425. ഫ്രഷിന് ഏകദേശം എത്ര രൂപ വരുന്നുണ്ട് താനുണ്ടോ? 6 രൂപ. ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപേന്റെ അടുത്ത് നമുക്ക് സേവ് ചെയ്യാം. വെറും 5000 കിലോമീറ്റർ മാത്രം. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. മാക്സിമം ഫുൾ ഓൺ എടുക്കാം. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. ദെൻ റെനോ പൾസ്, മൈലേജും അതേപോലെ തന്നെ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ മൈക്രോന്റെ സെയിം സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013. ഡീസൽ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ. സോ നമുക്ക് ലോങ്ങിൽ ഒരു 22 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലെ? അതെ. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് അല്ലേ? ഒറിജിനൽ കേരള ആണ് വണ്ടി? ഒറിജിനൽ കേരള. ഏറ്റവും ഫുൾ ഓട് അല്ലേ? അതെ. ബട്ടൺ സ്റ്റാർട്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് സെന്റർ, റിയറിൽ വൈപ്പർ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു ഡീസൽ വേരിയന്റ്, അതും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എത്ര ചോദിക്കുന്നത് ഇതിന്? 229 ഓഫർ പ്രൈസ് കൊടുക്കാം. 229 ഓഫർ പ്രൈസ്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 2 രൂപ കൊടുക്കാം. 10-29 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതെ. ഇത് നമുക്ക് ഇതാണോ കോട്ടയം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ടയോട്ട എത്തിയോസ് ലിവ. ഇത് ഡീസൽ 2017 പെട്രോൾ. 2017 പെട്രോൾ അല്ലെ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 സംതിങ്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണോ? അതെ. മേ സർവീസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ നമുക്ക് 5-10 കൊടുക്കാം. 5,10,000. ഏകദേശം നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും? 4 രൂപ ലോൺ ചെയ്യാം. 1.10 കണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതെ. ഇത് നമുക്ക് ഇതാണ് ഇനി ഒരു TN ഒരു വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇനി TN രജിസ്ട്രേഷനിലൊക്കെ നോക്കുന്നവർക്കും ഒരു അടിപൊളി ഓപ്ഷൻ ആണ്. ഗ്രാൻഡ് ഐറ്റം നിയോസ്, റിയറിൽ AC വെന്റ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അതും ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2023 സിംഗിൾ ഓൺഷിപ്പ്. അതെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല വണ്ടി. ഓൺഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു? അതെ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 5.35 ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അപ്പൊ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് സ്വന്തമാകും. NOC-യിൽ നമുക്ക് കേരളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് NOC-യിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ഇത് നമുക്കൊരു കിടിലൻ വാഹനമാണ്. നമുക്ക് i20 ഹുണ്ടായുടെ എലൈറ്റ് i20, അതിന്റെ സെക്കൻഡ് ജനറേഷന് റെഡ് കളറാണ്. അത് ഏറ്റവും ഫുൾ ലോഡ് വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 ഡീസൽ മാനുവൽ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ ഫുൾ ഓണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഡീസലില്, അതും നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് നല്ല അടിപൊളി കളറൊക്കെ വരുന്ന ഒറിജിനൽ കേരള എലൈറ്റ് i20, അതിന്റെ സെക്കൻഡ് ജനറേഷന്. നമുക്ക് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? നല്ല വണ്ടി. ഓൺഷിപ്പ് സിംഗിൾ ആണോ? സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? ഫൈനൽ നമുക്ക് 7,27,000 രൂപ കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? മാക്സിമം ലോൺ ചെയ്യാം. ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കൊരു കിടൻ എർട്ടിക വരുന്നുണ്ട്. അതും ഹൈബ്രിഡില് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് നല്ലൊരു അടിപൊളി 7 സീറ്റർ ആണ്. ഇന്റീരിയർ ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. സെൻട്രൽ AC കാര്യങ്ങള്, അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, കമ്പനി ഇൻബിൽട്ട് സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ഏറ്റവും ഫിറ്റിംഗ്സ് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന, അതേപോലെ 90% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിനകത്ത് മോഡല് കാര്യങ്ങളൊക്കെ 2022 സിംഗിൾ ഓൺഷിപ്പ് 32,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓൺഷിപ്പിൽ വെറും 32,000 കിലോമീറ്റർ, അതും ഹൈബ്രിഡ് അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമുക്കത് 10,25 രൂപ കൊടുക്കാം. 10,25. ID 11 രൂപ ഉണ്ട്. 11. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി 7 സീറ്റർ വാഹനം. നമുക്ക് ഇതാണ് ഒരു ബ്രസ് വരുന്നുണ്ട്. ഇത് ഡീസൽ? ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, പ്ലസ് നമുക്ക് മൈലേജ് കൂടി കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. കംഫർട്ട് ആയിട്ട് ഓടിക്കാം. ലേഡീസിന് വരെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2019 ഓട്ടോമാറ്റിക് VDI ഓപ്ഷൻ. ഓക്കെ. കിലോമീറ്റർ 56,000 കിലോമീറ്റർ. ഓ, ലോ കിലോമീറ്റർ അല്ലേ? ഈ ഒരു മോഡൽ നോക്കുമ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് ഈ ഒരു കുറഞ്ഞ കിലോമീറ്ററിലുള്ള ഒരു വണ്ടി അതൊരു ഓപ്ഷനാണ്. നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എത്രയാണ് ചോദിക്കുന്നത്? 49 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. ദെൻ നമുക്ക് ഇതാണ് ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു കിടിലൻ വാഹനമാണ്. മഹീന്ദ്ര SUV 500. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡല് കാര്യങ്ങൾ. തേർഡ് ഓൺഷിപ്പ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 110 ഓട്ടം. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. 7 സീറ്റർ ആണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ, ടയർ കാര്യങ്ങൾ, അങ്ങനെ അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഒറിജിനൽ കേരളല്ലോ വണ്ടി വരുന്നത്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഫൈനൽ നമുക്കൊരു
399 കൊടുക്കാം. 399 അല്ലേ? അതെ, നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് 7 സീറ്റർ ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 രൂപ ഇറക്കാം. 50 രൂപയ്ക്ക് ഇറക്കാം. അതായത് ഒരു 399 നല്ലൊരു 7 സീറ്റർ വാഹനം അല്ലെ? അതെ അതെ. ഇത് നമുക്കൊരു കിടിലൻ വാഹനമാണ്. അതിന്റെ ഷേപ്പ് കൊണ്ടും സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ടാറ്റ ഓൾട്രോസ്. ഇത് ഡീസൽ അതോ പെട്രോളോ? ഡീസൽ 1.5 ആണ്. നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ് ടു 90 വരെ നമുക്ക് ഇതിന്റെ ഡോറ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് പ്രായമായവർക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഷേപ്പിൽ വരുന്ന ഒരു വാഹനം. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 48,000. 2021 മോഡല്. 2021 മോഡല്. അതും അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡീസൽ അല്ലേ? അതെ, പെട്രോൾ. പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലെ? 17 മൈലേജ് പ്രതീക്ഷിക്കാം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. ഫുൾ ഓണില് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്കൊരു കിട്ടുന്ന വാഹനമാണ്. ഫോർഡ് എക്കോ സ്പോർട്ട് അല്ലെ? ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നൊരു മോഡലാണ്. വൈറ്റ്, നല്ല ഫാൻസി കൺവേർട്ട് ചെയ്താണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 ഉണ്ട്. 2016. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. സർവീസ് നല്ല വണ്ടി. ഡീസൽ വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത്? 549 കൊടുക്കാം. 549. 5 റുപ്യ ഐഡിയ ഉണ്ട്. മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ ഫുൾ ഓൺ തന്നെ നമുക്ക് ഉണ്ടാവും. ഡീസലാണ് വണ്ടി വരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന ഒരു പുതിയൊരു ഷോറൂമാണ് ബ്ലൂബെറി. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്നും കീശേരി റോഡില് ചെറിയ മൂച്ചിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് വാഹനം ഇറക്കാം. അപ്പോൾ താഴെ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് സൈനിങ്.